പ്രകാശ് പോലീസ് ആസ്ഥാനത്ത് നിന്നും പുറത്തേക്കിറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 10 മണിക്കായിരുന്നു അദ്ദേഹം ചോദ്യം ചെയ്യാൻ വേണ്ടി ഓഫീസിലേക്ക് എത്തിയത്, ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ, അതായത് പോലീസ് ആസ്ഥാനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്നും ചോദ്യം ചെയ്യൽ നടപടികൾ 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ നടപടികൾക്ക് ശേഷം ഇപ്പോൾ പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും പോലീസ് ആസ്ഥാനത്ത് തന്നെ, പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ അടൂർ പ്രകാശ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. എന്തൊക്കെ കാര്യങ്ങളിലാണ് വ്യക്തത? ഇപ്പോൾ രേണുക സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ചോദ്യം ചെയ്യൽ നടപടി മാത്രമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. അറസ്റ്റിലേക്കോ മറ്റും കടന്നിട്ടില്ല എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലായിരുന്നു SITയുടെ നീക്കം. കൃത്യമായി ചോദ്യം ചെയ്യുന്നു, കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നു, കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നു. അതിനുശേഷം മാത്രം കുറ്റാരോപിതനാണ് എന്ന് തെളിയുകയില്ല, അതായത് കോടതിയിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രമാണ് SIT അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുക. അങ്ങനെ കടക്കുകയാണെങ്കിൽ മാത്രമാണ് അറസ്റ്റിലേക്ക് മറ്റും എത്തുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അദ്ദേഹം പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണാം. ഇനിയിപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും ജാമ്യത്തിലാണെങ്കിലും കഴിഞ്ഞ ദിവസമടക്കം SITക്ക് മുൻപിൽ ഈഞ്ചക്കലുള്ള SIT ഓഫീസിൽ ഹാജരാക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ എത്തിയിരുന്നു. പക്ഷേ ഇന്നും സാധാരണ രീതിയിൽ ചൊവ്വയും വെള്ളിയുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരുന്നത്. പക്ഷേ അതിനുശേഷം ഇന്നും, അതായത് അടൂർ പ്രകാശിന്റെ ഒപ്പം ഇവിടെ ഹാജരാകാൻ വേണ്ടി നിർദ്ദേശം നൽകിയായിരുന്നു. അതിൽ ഒരു വ്യക്തി, അതായത് ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുക എന്നൊരു നടപടി, അതായത് അതൊരു വളരെ ചടുലമായിരുന്ന നടപടി തന്നെ പറയണം. കാരണം ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, വിറ്റവരും വാങ്ങിയവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബന്ധം, അതെന്തൊക്കെയാണ്? അത് അവിശുദ്ധമായ ബന്ധമാണോ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള ഒരു ബന്ധമാണോ? ഈ സ്വർണ്ണക്കൊള്ളയിൽ ഇദ്ദേഹത്തിന് ബന്ധമുണ്ടോ? ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ടോ? ഭരണപക്ഷം ആരോപിക്കുന്ന പല കാര്യങ്ങളിലും കോൺഗ്രസ് കൃത്യമായ പ്രതിരോധം തീർക്കുന്നതിൽ വലിയ രീതിയിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. മാത്രമല്ല അതിലൊരു കൃത്യമായ ഒരു വിശദീകരണം നൽകാനും കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം നീങ്ങുമ്പോഴും അതിനപ്പുറത്തേക്ക് അതൊരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ് എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അടക്കം, അതായത് വരുന്ന നിയമസഭാ ഇലക്ഷനിലടക്കം എന്താണ് നടക്കാൻ പോകുന്നത് എന്ന്